പകൽ വാർത്തയിലേക്ക് വിശദമായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ എത്തിച്ച് പൂജ നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി. 2019 ശബരിമലയിലേക്കുള്ള നടവാതിൽ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തന്റെ വീട്ടിലും പൂജ നടത്തിയെന്നും അന്വേഷണത്തിൽ വിവരങ്ങൾ തേടിയാൽ സഹകരിക്കുമെന്നും നടൻ ജയറാം ന്യൂസ് 18നോട് പറഞ്ഞു. ശബരിമലയിലേക്കുള്ള നടവാതിൽ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങളാണിത്. കട്ടളപ്പടിയും നടയും വെച്ചായിരുന്നു പൂജ. അമ്പത്തൂരിലെ ഫാക്ടറിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ പൂജയ്ക്കെത്തിച്ചത്. പോറ്റി വിളിച്ച പ്രകാരം പൂജയ്ക്ക് പോയിരുന്നെന്ന് നടൻ ജയറാം ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് എന്നെ ബാംഗ്ലൂരിൽ നിന്ന്, അദ്ദേഹത്തിന് ഞാൻ ശബരിമലയിൽ വെച്ച് കാണാറുണ്ട്. അദ്ദേഹം മകരവിളക്കിനൊക്കെ വെച്ച് കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു, അയ്യപ്പന്റെ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്ന സ്വർണം എല്ലാം ശരിയാക്കി മെഡ്രാസിലെ ഒരു ഫാക്ടറിയിൽ അതൊക്കെ പണി കഴിഞ്ഞിരിക്കുന്നു, അടുത്ത ആഴ്ച കൊണ്ടുപോവാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് വന്ന് അതിലേക്ക് ഒരു വിളക്ക് വിളിച്ച് തൊട്ട് തൊഴുത് പോയാൽ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ. അങ്ങനെ അമ്പത്തൂരുള്ള ഫാക്ടറിയിൽ ഒരു പൂജ പോലെയൊക്കെ വെച്ചിരുന്നവര് വീരമണി രാജു ഒരു പാട്ടൊക്കെ പാടി ഞാനത് പൂജയൊക്കെ ചെയ്തു. താൻ അഭ്യർത്ഥിച്ച പ്രകാരം ഇവ പിന്നീട് വീട്ടിലെത്തിച്ച് പൂജ നടത്തിയെന്നും ജയറാം സ്ഥിരീകരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പോകുന്ന വഴിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ കൂടി ഒന്ന്, അപ്പൊ വലിയ സംഗതിയില്ല, അപ്പൊ അത്ര ഇറക്കാൻ പറ്റില്ല, ചെറുതായിട്ടുള്ളതെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ല, താങ്കളെ പോലെ 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരാളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്താണെന്ന് പറഞ്ഞു. നേരെ വൈകുന്നേരം കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ വേഗം വീരമണി രാജുവിനെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. പിന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ചു, ഇങ്ങനെ വരുന്നുണ്ട്, ഇത് കാണാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക്. അപ്പോ അവരെല്ലാരും വന്നു, വീരമണി പാട്ടൊക്കെ പാടി എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ ഒരു അരമണിക്കൂർ വെച്ചു. ഗായകൻ വീരമണിയെയും മകനെയും അടക്കം പൂജയ്ക്ക് വീട്ടിലേക്ക് ജയറാം ക്ഷണിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ്. ഇത്രയും സ്വർണമടങ്ങിയ ബാഗ് ഒമ്നി വാനിലാണോ കൊണ്ടുപോകുന്നതെന്ന സംശയം തോന്നിയിരുന്നെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ജയറാം പറഞ്ഞു. മാരുതി ഒമിനി വാനിലാണ് വന്നത്, അതിൽ കയറ്റി കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോട്ടോ കിട്ടു തന്നു. ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂരി അവിടെ ശബരിമലയിൽ ഇത് ഫിക്സ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. ശബരിമലയുടെ പേരിൽ ചെന്നൈയിലും തട്ടിപ്പ് നടന്നെന്ന് വ്യക്തമായതോടെ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ജയറാമിന്റെ വിശദീകരണത്തിലും അവ്യക്തതകളുണ്ട്. തെറ്റുപറ്റിയെന്ന് ഇപ്പോൾ ജയറാം സമ്മതിക്കുന്നു. ശബരിമല ക്ഷേത്രത്തിലെ വാതിൽപ്പാളികൾ പുറത്തു പൂജിക്കാൻ പാടില്ല എന്നത് ഭക്തനായ ജയറാമിനും അറിയാമായിരുന്നില്ല എന്ന ചോദ്യം ബാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിലെ പൂജകൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. നെയ്യഭിഷേകത്തിന്റെ പേരിൽ ഭക്തരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷക്കണക്കിന് രൂപ പിരിച്ചുവെന്ന് ദേവസ്വം ബോർഡിന് വിവരം ലഭിച്ചു. 2022 ജനുവരി 1 ബാംഗ്ലൂരുവിലെ ഭക്തന്റെ പേരിൽ 18,001 തേങ്ങ അഭിഷേകത്തിന് എത്തിച്ചതും ഉണ്ണികൃഷ്ണനാണ്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ബാംഗ്ലൂരുവിലും മറ്റു പല സ്ഥലങ്ങളിലും ഇയാൾ പൂജയ്ക്ക് വെച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തെ സ്വാധീനം വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. 2021 ജനുവരി 1 ബംഗളൂരുവിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഭക്തന് വേണ്ടിയെന്ന് പറഞ്ഞ് 18,001 നെയ്ത്തേങ്ങ അഭിഷേകത്തിനായി കൊണ്ടുവന്നത്. പമ്പയിൽ നിന്ന് ട്രാക്ടറിലായിരുന്നു തേങ്ങ എത്തിച്ചത്. ദേവസ്വം ബോർഡ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അയ്യപ്പനെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായി കണക്കാക്കുന്നതാണ് നെയ്ത്തേങ്ങ. ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങ കൊണ്ടുവരണമെന്നതാണ് ആചാരം. ട്രാക്ടറിൽ കൊണ്ടുവന്ന നെയ്ത്തേങ്ങ അഭിഷേകം ചെയ്തതിൽ ആചാര ലംഘനം നടന്നിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുകയാണ്. മകരവിളക്ക് സീസൺ സമയത്ത് 10,000-കണക്കിന് ഭക്തർ നെയ്യഭിഷേകത്തിന് ക്യൂ നിൽക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആചാരം പോലും നോക്കാതെയുള്ള VIP പരിഗണന. 2021 മുതൽ 2023 വരെ നിരവധി പ്രാവശ്യം ഇത്തരത്തിൽ കൂട്ടത്തോടെ നെയ്യഭിഷേകത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൈയെടുത്തു. ഒടുവിൽ 2023 ദേവസ്വം ബോർഡ് തന്നെ ഇത് വിലക്കുകയായിരുന്നു. നെയ്യഭിഷേകം ഉൾപ്പെടെ പൂജകളുടെ പേരിൽ ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന് ലഭിച്ച വിവരം. കഴിഞ്ഞ മകരവിളക്ക് ദിവസം പാണ്ടിത്താവളത്തിൽ സമൂഹ സദ്യ നൽകിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ പേരിൽ നിർധന യുവതിക്ക് വീട് വെച്ച് നൽകിയതിലും പ്രധാന സ്പോൺസറായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതൊന്നും ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തതല്ലെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തരിൽ നിന്ന് വലിയ തുക വാങ്ങിയെടുത്തതായും ദേവസ്വം വിജിലൻസ് സംശയിക്കുന്നു. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ ശാന്തിയായി ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിലും പൂജിച്ചിരുന്നു. മറ്റെവിടെയെല്ലാം ഇത്തരത്തിൽ ഇയാൾ ശബരിമലയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന കാര്യമാണ് ഇനി പുറത്തു വരേണ്ടത്. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി കോൺഗ്രസും ബിജെപിയും. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്നവർക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു.
ശബരിമലയിൽ അയ്യപ്പനെ സംരക്ഷിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. സ്വർണം പൂശണമെങ്കിൽ അതിന്റെ ആ അമ്പലത്തിന്റെ അവിടെ വെച്ച് തന്നെ പൂശണം. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ്? അപ്പൊ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട്. ഇവര് അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. ഇതുമാത്രമല്ല, എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ്. ഇത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടലുളവാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. കളവ് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. സുതാര്യത ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ക്ലിയറാണ്. യാതൊരുവിധ പ്രൊസീജിയർ ഫോർമാലിറ്റി ഇല്ലാതെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമാണ്. സ്വർണം ഒരുപാട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും വളരെ കൃത്യമാണ്. അയ്യപ്പന്റെ സ്വത്ത് കക്കുന്നവർക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. സർക്കാർ എന്തു നടപടി സ്വീകരിക്കുമെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP-യുടെ ചോദ്യം. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്ന ആളുകളെ കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ സർക്കാരിനെ നമുക്ക് നേരായ സർക്കാരായിട്ട് കാണാൻ കഴിയില്ല. അതൊരു നികൃഷ്ട സ്വഭാവമുള്ള സർക്കാരായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഭക്തജനങ്ങൾ സംഭാവന നൽകി ഒരു ക്ഷേത്രത്തിന് നൽകുന്ന സ്വത്തുകൾ പോലും കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാതെ അതിനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നികൃഷ്ടമായ സ്വഭാവം തന്നെയാണെന്ന് പറയേണ്ടി വരും സർക്കാരിന്. ഇവിടെ അയ്യപ്പന്റെ സ്വത്ത് വിറ്റോ? ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം. സ്വർണ്ണപ്പാളി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി. 2000 മുതൽ 2019 വരെ നാണയമുറിയിലുണ്ടായിരുന്നു. ഈ പറയുന്ന സാഹചര്യങ്ങളിലായിരുന്നു. 19 കൊല്ലം വേണ്ടാത്ത കാര്യം 19-ന് തീരുമാനിച്ചു. ദേവസ്വം മാനുവൽ അനുസരിച്ച് സാധാരണഗതിയിൽ പുറത്തു കൊണ്ടുപോകാതെ നടത്തേണ്ട ഇത്തരം കർമ്മങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ ഒരു കഥാപാത്രത്തെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല. അദ്ദേഹത്തിന്റെ സോഴ്സ് ആരാണെന്ന് ആരും അന്വേഷിച്ചില്ല. ദേവസ്വം വിശ്വാസികളും ഏറ്റവും അമൂല്യമായി കരുതുന്ന ഒരു സ്വത്തും സമ്പത്തും ആ ക്ഷേത്രം വിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ ഈ കൊണ്ടുകൊടുക്കുന്ന ആരാണ്? ഇന്നിപ്പോ അയാൾക്കെതിരായിട്ട് എല്ലാ പടിയും ചാരുന്നുണ്ട്. അയാളുടെ ക്രെഡിബിലിറ്റി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഞാൻ കണ്ടു. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ അന്വേഷിക്കേണ്ടത് ആരായിരുന്നു? ഇത്രയും വലിയ വെട്ടിപ്പ് നടന്നിട്ട് 2 ദേവസ്വം പ്രസിഡന്റുമാർ അറിഞ്ഞില്ലേ എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. പുറത്തുവരുന്ന കാര്യങ്ങൾ കേട്ട് അയ്യപ്പ ഭക്തർക്ക് ആശങ്കയാണ് എന്ന് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന് ഇത്രയും വലിയ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ അധികാരം എന്താണ്? അപ്പോൾ ഇത് അടുത്ത ആശങ്ക ഭക്തജനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. കേരളത്തിന്റെ അഭിമാനമാണ്. കോടാനുകോടി ഭക്തജനങ്ങൾ വരുന്ന കലിയുഗവരതനായ അയ്യപ്പ സന്നിധിയിൽ ഇത്രയും വെട്ടിപ്പ് നടന്നിട്ട് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറിഞ്ഞില്ല എന്ന് പറയുന്ന ആരെ കബളിപ്പിക്കാനാണ്? ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്? മാത്രമല്ല, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ വ്യക്തമായി പ്രതികരിക്കുന്നില്ല. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണം കൊണ്ട് ഇതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തിന് പകരം ഇവിടെ വേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സമഗ്ര അന്വേഷണമാണ് വേണ്ടത്. ഇത് ഭക്തജനങ്ങളെ കബളിപ്പിക്കുക. കേന്ദ്ര ഏജൻസി അന്വേഷണം സർക്കാർ ആവശ്യപ്പെടുമോ എന്ന ചോദ്യമായിരുന്നു BJP നേതാവ് വി മുരളീധരൻ ഉന്നയിച്ചത്. ആചാര ലംഘനത്തിന് ശ്രമം നടത്തിയ അതേ കാലയളവിൽ ആണ് ഇതും നടന്നത്. ദേവസ്വം വിജിലൻസ് അപ്രസക്തം എന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ശബരിമല ശ്രീകോവിലിനെ വിറ്റ് ചരക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി സർക്കാർ ആ കാലത്ത് നടത്തിയത്. ഒരു വശത്ത് ആചാര ലംഘനത്തിന് കുടപിടിക്കുമ്പോൾ തന്നെ മറുവശത്ത് ശബരിമലയിലെ സ്വർണം, അത് ശ്രീകോവിലിലെ സ്വർണം, ആ സ്വർണം തന്നെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ആരും കേട്ടിട്ടില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചു കൊടുത്ത് സർക്കാർ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ക്ഷേത്രവിശ്വാസികളുടെ ആ വിശ്വാസികളുടെ മുഴുവൻ തന്നെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിരിക്കുന്നത്. സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും എന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മറുപടി നൽകിയത്. ഉണ്ണികൃഷ്ണൻ പൊറ്റി സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്നും പ്രശാന്ത് പറഞ്ഞു.
ഇതുമായി ബന്ധപ്പെട്ട് 1999 മുതൽ 2025 വരെയുള്ള ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെടാൻ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂജാ അവധി കഴിഞ്ഞ് എപ്പോഴാണോ കോടതി തുറക്കുന്നത് അന്ന് തന്നെ കോടതിയോട് ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം, അത് സ്വർണ്ണത്തിൻ്റെ തൂക്കമാവട്ടെ, സ്വർണ്ണത്തിൻ്റെ അളവാവട്ടെ, ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ചാവട്ടെ, ഇതെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം കോടതിയോട് ആവശ്യപ്പെടാൻ ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോഴാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം പുറത്തു വരുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ വലിയ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയത്. ഇപ്പോൾ അദ്ദേഹം സ്വയം പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത്. ഞങ്ങൾ ഈ പുള്ളിയെ തുടക്കം മുതൽ തന്നെ മാറ്റി നിർത്തിയിരുന്നതാണ്. ഉദ്യോഗസ്ഥരെ പഴിചാരി കൈകഴുകാനുള്ള ശ്രമമാണ് CPIM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ അനുവാദപ്രകാരം പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥൻ കസ്റ്റോഡിയൻ ഉദ്യോഗസ്ഥനാണ്, പോറ്റിയല്ല. പോറ്റി ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ആത്മീയ കച്ചവടം നടത്താൻ അവസരം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഉത്തരം പറയേണ്ടി വരും. അല്ല, ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഒഴിവാക്കിയിട്ട് ഇത് CPMന്റെ കുഴപ്പമാണ്, പാർട്ടി തീരുമാനിച്ചാണ് എന്നൊക്കെ RSSകാർ വന്ന് പറയുമ്പോഴത്തേക്കും അവരിതിനെ നന്നാക്കാനല്ല നടക്കുന്നതെന്ന് നാട്ടിലെ മുഴുവൻ പേർക്കും അറിയാം. അതുകൊണ്ട് കൃത്യമാണ്, വ്യക്തമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. കമ്പനി നിയമം അനുസരിച്ച് ഒരിക്കൽ പ്ലേറ്റിംഗ് ചെയ്ത വസ്തു പിന്നീട് എടുക്കില്ലെന്ന് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ എത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ KB പ്രദീപ് കുമാർ പറഞ്ഞു. കമ്പനിയുടെ പക്കൽ എത്തിച്ചത് ചെമ്പുപാളികളാണ് എന്നും അതിൽ ഒന്നും പൂശിയിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ശബരിമലയിൽ വേറെയും പ്ലേറ്റിംഗ് ജോലികൾ ചെയ്തിട്ടുണ്ട് എന്നും പ്രദീപ് കുമാർ പറഞ്ഞു. കമ്പനിയുടെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരിക്കൽ എന്തെങ്കിലും പ്ലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പൂശുകയോ എന്തെങ്കിലും കവറിങ്ങോ ചെയ്ത ഒരു ആർട്ടിക്കിൾ കമ്പനി ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് സ്വീകരിക്കത്തില്ല. അപ്പോൾ ഒരു ബെയർ ബോഡീഡ് മെറ്റലായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ മാത്രമേ നമ്മൾ എപ്പോഴും ഗോൾഡ് പ്ലേറ്റിങ്ങിന് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കോപ്പറിലുണ്ടാക്കിയ സാധനമാണെങ്കിൽ അതിൻ്റെ പുറത്തൊന്നും ഉണ്ടാവാൻ പാടില്ല, അതിൻ്റെ പുറത്ത് ഒന്നും പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ബെയർ മെറ്റൽ സാധനമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതാണ് കമ്പനിയുടെ പ്രോട്ടോക്കോള്. അതിന് കമ്പനിക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. ചെന്നൈയിലും ബാംഗ്ലൂരുവിലും മറ്റിടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പിരിവ് നടത്തിയെന്ന നിഗമനത്തിൽ ആണ് അന്വേഷണ സംഘം. മങ്ങിയ പാളികൾ വീണ്ടും സ്വർണം പൂശുന്നതിനും അന്നദാനത്തിനുമായി പിരിവ് നടത്തി എന്നാണ് സംശയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിലെ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്ന വിവരങ്ങളാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടക്കം അന്വേഷണത്തിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ദുരൂഹമായ പല ഭൂമി ഇടപാടുകളും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 30 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ പേരുകളിൽ ഇയാൾ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അതിനിടയിലാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ദേവസ്വം വിജിലൻസിന് മുമ്പിൽ നാളെ ഹാജരാകാൻ നേരത്തെ നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇയാൾ തലസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അവിടെ മാധ്യമങ്ങളോട് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തന്നെ വേട്ടയാടാനുള്ള ശ്രമം നടക്കുന്നു എന്ന തരത്തിലൊക്കെ. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അയാൾ തയ്യാറായിരുന്നില്ല. പക്ഷേ നിലവിൽ വിജിലൻസിന് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തിലേക്ക് വഴിവെച്ച സ്വർണ്ണപ്പാളി ഈ ശബരിമലയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചതാര്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെയെങ്കിലും ബെനാമിയായിരുന്നോ? അതോ ഇടനിലക്കാർക്ക് വേണ്ടി ഇയാൾ ചെയ്ത സഹായമാണോ ഇത്? ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം കടക്കുന്നത്. നാളെ വിശദമായി ഇയാളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം വിജിലൻസ് ഉള്ളത്. നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തലസ്ഥാനത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നത്.